അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരികയാണ് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരിയാണ് എന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ കാണാം, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരിയാണ് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയും ഏകദൈവ വിശ്വാസത്തിൽ നിലകൊള്ളുകയും എല്ലാ നിലയിലും ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്ത സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഹാജർ റളിയല്ലാഹു തആല അൻഹയോട് ഒരു വിഷമം മനസ്സിൽ ഉണ്ടായെങ്കിൽ പോലും സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദേഷ്യവും ഉണ്ടായിട്ടില്ല. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു തആല അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹു തആല അനുഗ്രഹിച്ചു. ഇത് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്ത് മനുഷ്യരിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ നാം മനസ്സിലാക്കുക എന്നതാണ്. അല്ലാഹു തആല അവൻ്റെ ഹിക്മത്ത് നമ്മിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നറിയാൻ നമുക്ക് ഒരേ ഒരു മാർഗം മഹത്തുക്കളുടെ ജീവിത ചരിത്രം പഠിക്കുക എന്നത് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് തിരിച്ചെന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ വിട്ടുകൊണ്ടാണ് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. സാറാ റളിയല്ലാഹു അൻഹ, അങ്ങേക്ക് ഇതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന്. അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഒന്നാമനായി നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കാളക്കുട്ടനെ അറുത്തുകൊണ്ട് മലക്കുകൾക്ക് വിരുന്നൊരുക്കിയെന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫ് പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾക്കുണ്ടോ ഭക്ഷണം കഴിക്കൽ? മലക്കുകൾ കഴിക്കുന്നില്ല. അപ്പോൾ മലക്കുകൾ തന്നെ പറഞ്ഞു, എന്ത്? ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്ന മലക്കുകളാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ ഷരീഫ് പറയുന്നത്, വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത്ത്, സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ മറയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. എന്താ ചിരിക്കാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് എന്നോർത്തിട്ട് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുന്നു. ഈ ചിരി കേട്ടു ഫബശ്ശർനാഹാ, മലക്കുകളിലൂടെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. മലക്കുകൾ അപ്പോൾ പറഞ്ഞു, ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ അങ്ങേക്ക് ജനിക്കാനുണ്ട് എന്ന് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പോലുമല്ല, ഫബശ്ശർനാഹാ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് എന്ന് പറയുന്ന മകനെ കൊണ്ട്. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം വന്നു. അതാരാ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. പക്ഷേ ഇവിടെ സന്തോഷം ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹക്കാണ്. അതുകൊണ്ടാണ് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത്, ഓ സാറാ റളിയല്ലാഹു അൻഹ, അങ്ങേക്കിതാ ഒരു കുഞ്ഞ് ജനിക്കാനുണ്ട്, ഇസ്ഹാഖ് എന്ന് പറയുന്നതായ ഒരു കുഞ്ഞ് ജനിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതിനുശേഷം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനായിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും ജനിക്കാനുണ്ട് എന്ന് മലക്കുകൾ അപ്പോൾ തന്നെ സന്തോഷ വാർത്ത അറിയിച്ചു എന്നുള്ളതാണ്. കാരണം തനിക്ക് കുട്ടിയില്ല എന്നതുപോലെ തന്നെയാണ് കുട്ടിയുണ്ടായതിനു ശേഷം തനിക്കൊരു പേരക്കുട്ടി, തൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ജനിക്കുമോ എന്നതായ സങ്കടം, അതും വേണ്ട. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന് യാക്കൂബ് എന്ന് പറയുന്നതായ ഒരു കുട്ടി ഉണ്ടാകും എന്നുകൂടി സന്തോഷ വാർത്ത അറിയിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആൻ ഷരീഫ് പഠിപ്പിക്കുന്നത്. ബഹുമാനികളെ, എന്താണെങ്കിലും സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ലോക വനിതകൾക്ക് മാതൃകയാണ്. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ എങ്ങനെ മാതൃകയായോ അതുപോലെ തന്നെ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹയും മാതൃകയാണ്. അത്രയധികം അള്ളാഹുവിൽ വിശ്വസിക്കുകയും തവക്കുലാക്കുകയും ഭർത്താവിന് വേണ്ടി
അഹോരാത്രം പ്രയത്നിക്കുകയും അവരുടെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ആളാണ് സാറ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.